അങ്ങനെ ട്രെയിൻ ഇതാ നമ്മുടെ പ്ലാറ്റ്ഫോമിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാവിലത്തെ നല്ല ലക്ഷറി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവർ ഈ ഒരു ടോയ്ലറ്റ് ഒക്കെ വെച്ചിരിക്കുന്നത് നോക്ക്. നമ്മുടെ ഉച്ചക്കത്തെ ഭക്ഷണമാണ്, പുലാവുണ്ട്, അതിന്റെ കൂടെ തന്നെ ഒരു കറിയും. നമ്മളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നതേ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ സർക്കാരിന്റെ കീഴിലാണ് കംപ്ലീറ്റ് ആയിട്ട് എന്നല്ലേ. എന്നാൽ അങ്ങനെയല്ല. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിലും പ്രൈവറ്റ് ട്രെയിനുകൾ ഓടുന്നുണ്ട്. നിങ്ങൾ എത്ര പേർക്ക് അറിയാതെ? നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ വഡോദരയിൽ, ഞാനിപ്പോൾ നിൽക്കുന്നത് വഡോദരയാണ്. വഡോദരയിൽ നിന്ന് മുംബൈ വരെ ഒരു പ്രൈവറ്റ് ട്രെയിനിലാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നിന്ന് പോയിട്ട് കണ്ടാലോ? എങ്ങനെയാണ് ഈ പ്രൈവറ്റ് ട്രെയിൻ ഓടുന്നത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ? നമ്മുടെ വന്ദേ ഭാരതിനുള്ളതിനേക്കാളും ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. കുറച്ച് പൈസയൊക്കെ കൂടുതലാണ് നമ്മൾ നോർമൽ ട്രെയിനേക്കാളും, പ്രൈവറ്റ് ട്രെയിൻ ആയതുകൊണ്ടാണ്. അപ്പം അതിലെ കുറേ കാഴ്ചകൾ നമുക്കിന്ന് കാണാനുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇന്നലെ രാത്രി ഞാൻ താമസിച്ച റൂമാണിത്. എനിക്ക് ഈ ഒരു ട്രെയിനിൻ്റെ അത് കൺഫേം ആയിട്ട് വന്നത് പിന്നെയാണ്. അതുകൊണ്ട് റിട്ടയറിംഗ് റൂം ഇന്നലെ കിട്ടിയില്ല. അതുകൊണ്ട് ഇവിടെ താമസിച്ചാണ്. അത്യാവശ്യം റേറ്റ് കുറവുള്ളൊരു സ്ഥലം തന്നെയാണ് വഡോദര. നമ്മുടെ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് തന്നെ ഞാനങ്ങ് ബുക്ക് ചെയ്തതാണ്. ഒരു നൈറ്റ് ഇവിടെ വരുന്നത് 800 രൂപയാണ്. നമുക്കിനി അപ്പം നേരെ പുറത്തോട്ട് പോവാം. ഈ ഒരു ലിഫ്റ്റ് കണ്ടോ? ഇത് ഞാൻ ഇവിടെ താമസിച്ച ഈ ബിൽഡിങ്ങിലുള്ള ലിഫ്റ്റാണ്. ഇങ്ങനത്തെ ലിഫ്റ്റ് പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ടൈപ്പാണ്. കാരണം 2 ഡോറും നമ്മൾ തന്നെ സ്ലൈഡ് ചെയ്ത് തുറക്കുക, എന്നിട്ട് നമ്മൾ കയറിയ ശേഷം ആദ്യം പുറത്തത് നമ്മൾ അടയ്ക്കണം, പിന്നെ രണ്ടാമത്തെ അടയ്ക്കണം. ഇങ്ങനെയുള്ള ലിഫ്റ്റുകളൊക്കെ പണ്ട് കാലങ്ങളായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ ഇത് കാണാറില്ല. ഞാൻ തന്നെ എൻ്റെ ഓർമ്മയിൽ ഇങ്ങനത്തെ ലിഫ്റ്റ് യൂസ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. കണ്ടിട്ടുണ്ട്, പക്ഷേ യൂസ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ ലിഫ്റ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞു. നമ്മളെ നാട്ടിലൊന്നും ഇപ്പോൾ ഇങ്ങനത്തെ ലിഫ്റ്റുകൾ കാണാറേ ഇല്ല. നല്ല രസമാണ്. നമുക്കിങ്ങനെ പോകുന്ന വഴി ആ ഒരു പഴമ ഫീൽ ചെയ്യും. പണ്ടത്തെ മൂവീസ്, പണ്ടത്തെ ഇതിലൊക്കെ ഒരുപാട് കാണാറുള്ളൊരു വെറൈറ്റി ലിഫ്റ്റായിരുന്നു അത്. കണ്ടപ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീല് വന്നു എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇത് കണ്ടപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരണം തോന്നിയതുകൊണ്ടാണ് ഈ ഒരു ഭാഗം കൂടെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇവിടുന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട്. നമുക്ക് ട്രെയിനിൽ 8 മണി ആയതുകൊണ്ട് രാവിലത്തെ ഭക്ഷണം കിട്ടുമോയെന്ന് അറിയില്ല. ഇല്ലെങ്കിൽ അത് കഴിച്ചിട്ട് കയറാം. അത് നോക്കട്ടെ, അതിൽ കാണിക്കും, ചിലപ്പോൾ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ടാവും. എൻ്റെ മുന്നിലായിട്ട് കാണുന്ന ആ ഭാഗത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. പോകുന്ന വഴിയിൽ ഇവിടെ ഒരു ചെറിയൊരു അമ്പലമുണ്ട്. പിന്നെ ഇത് അവിടെയായിട്ട് ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി ഈ ഒരു വഴിയാണ് പോകേണ്ടത്. ഈ ഒരു വഴി നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് സൈഡിലല്ല, നേരെ ബാക്ക് സൈഡിലോട്ടാണ് കയറുക. വഡോദര റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിലുള്ള ഗേറ്റാണിത്. ഫ്രണ്ട് സൈഡ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ വെൽക്കം ടു വഡോദര റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അകത്തോട്ട് കയറിയിട്ട് തന്നെ നോക്കാം. ഇവിടെ മൊത്തം 6 പ്ലാറ്റ്ഫോമാണുള്ളത്. വഡോദര റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് BRC എന്നാണ്. നമുക്ക് ഏത് ട്രാക്കിലാണ് ട്രെയിൻ വരുന്നതെന്ന് അറിയില്ല. അപ്പം നമുക്ക് നോക്കിയിട്ട് അങ്ങോട്ടേക്ക് പോവാം. ട്രെയിൻ അവിടെ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് വരുന്നത്. പിന്നെ ഈ ഒരു ട്രെയിനിലെ സ്റ്റാഫ് കംപ്ലീറ്റ് റെയിൽവേയുടെ ഉദ്യോഗസ്ഥന്മാരല്ല, ഒക്കെ പ്രൈവറ്റ് ആൾക്കാരാണ്. അപ്പം ഇതിലേക്ക് നമ്മൾ കയറുമ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതൊക്കെ ഒരു വ്യത്യസ്ത യൂണിഫോം. ഈ ട്രെയിനിൻ്റെ കളർ തന്നെ വേറെയാണ്. അതാണ് മൊത്തം സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ട്രെയിനാണ്. പിന്നെ നമ്മുടെ റെയിൽവേയിൽ നമ്മൾ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യുമ്പം കിട്ടുന്ന പല ആനുകൂല്യങ്ങളും ഇതിൽ കിട്ടില്ല. കാരണം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ഓട്ടോ അപ്ഗ്രേഡേഷൻ ഉണ്ട്. അതായത് നമ്മളിപ്പം എക്സ്ട്രാ പൈസയൊന്നും കൊടുക്കാതെ നമ്മൾ ബുക്ക് ചെയ്ത ടിക്കറ്റ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് കിട്ടും. അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ, എപ്പോഴൊന്നും കിട്ടൂല. അങ്ങനെ ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ സ്ലീപ്പറാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ 3rd AC അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു പൈസയും കൊടുക്കാണ്ട് 3rd ACയിലോട്ട് അപ്ഗ്രേഡ് ചെയ്ത് കിട്ടും. അതിനാണ് ഓട്ടോ അപ്ഗ്രേഡേഷൻ എന്ന് പറയുക. അത് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അത് വേണോ വേണ്ടയോ എന്ന് ടിക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതില്ലാതെ പറ്റൂല. അങ്ങനെ റെയിൽവേ കൊടുക്കുന്ന പല ഫെസിലിറ്റികളും ഈ ട്രെയിനിൽ നമുക്ക് കിട്ടൂല. നമുക്ക് 1ാമത്തെ പ്ലാറ്റ്ഫോമിലെത്തിയിട്ട് ഇപ്പോൾ സമയം 7:30 8 മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ ട്രെയിൻ വരും. ഈ ട്രെയിൻ അധികം ലേറ്റ് ആവാറുന്നില്ല. ഒക്കെ കറക്റ്റ് ടൈം പാലിക്കുന്ന ഒരു ട്രെയിൻ കൂടിയാണ്. ഇവിടെയായിട്ട് ഈ ഒരു ലോക്കർ സിസ്റ്റം കണ്ടോ? ഇത് നമുക്ക് തന്നെ സെറ്റ് ചെയ്തിട്ട് പൈസ ഓൺലൈനായിട്ട് അടച്ചിട്ട് ലോക്ക് ചെയ്യാൻ പറ്റും.
ഇത് കണ്ടോ, നമുക്കൊരു OTP വരും. പിന്നെ ആ OTP വെച്ചിട്ടേ നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ. 3 മണിക്കൂറിന് മീഡിയം ആണെങ്കിൽ 40, ലാർജ് 50, 60. ഇതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ല സൗകര്യം, ആൾക്കാരൊന്നും വേണ്ട. അപ്പം പല ടൈപ്പുള്ള ലോക്കറുകളൂടെ അവൈലബിളാണ്. ഇതിൽ റെഡ് കളറിൽ കാണുന്നത് ഓൾറെഡി ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഗ്രീൻ അവൈലബിലിറ്റി ഉണ്ട്. ഇതൊക്കെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല സൗകര്യമായിരിക്കും. ഇപ്പോൾ പല റെയിൽവേ സ്റ്റേഷനിലും നമുക്കിത് കാണാൻ പറ്റും. നമ്മളെ ട്രെയിൻ ഇതാ വരുന്നുണ്ട്. 1ാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് തന്നെയാണ്. ഒരു WIP4 ആണ് കേട്ടോ ഇതിൻ്റെ ലോക്കോമോട്ടീവ് വരുന്നത്. ഞാൻ വിചാരിച്ചു WIP7 ആയിരിക്കും, നല്ല 4 പക്ഷേ ഈ ഷോർട്ട് ടൈം പോകാൻ 4 ആണെന്ന് തോന്നുന്നു. അതിനെന്തോ പ്രത്യേകതയുണ്ട്, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഈ ഒരു ട്രെയിനിന്റെ കളർ തന്നെ കണ്ടോ, ടോട്ടലി ഡിഫറെന്റ് അല്ലേ, നല്ല ഭംഗിയില്ലേ. ഇത് 2 ടൈപ്പ് കോച്ച് വരുന്നുണ്ട്. ഒന്ന് എക്സിക്യൂട്ടീവ് ആണ്, പിന്നെ ഒന്ന് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്ന ചെയർക്കാറാണ്, നോർമൽ ചെയർക്കാർ. അതിന് തന്നെ നല്ല പൈസ അവർ വാങ്ങിക്കുന്നുണ്ട്. എക്സിക്യൂട്ടീവ് അതിനേക്കാളും കത്തിയാ. എൻ്റെ കോച്ച് വരുന്നത് C7 ആണ്. നമ്മുടെ ഈ ഒരു കോച്ച് 2017 മെയ്ഡാ. ഇതിന്റെ നമ്പർ തന്നെ കണ്ടോ, 8 സ്റ്റാർട്ട് ചെയ്യാം. IRCTC തേജസ് എക്സ്പ്രസ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അകത്ത് കയറിയിട്ട് പറഞ്ഞുതരാം. ഇതൊരു ഫുള്ളി റിസർവ്ഡ് ട്രെയിൻ കൂടിയാണ് കേട്ടോ. നമുക്കിനി അകത്തോട്ട് കയറാം. अनिल गजर 22 नंबर है. अनिल गजर है ना? हाँ 22 नंबर है आपका. 22. पंद्रह नंबर पे सर सुना आपका. हेलो. ഇപ്പോൾ യാത്ര ചെയ്യുന്ന ട്രെയിനിൻ്റെ പേര് വരുന്നതാണ് തേജസ് എക്സ്പ്രസ് എന്നാണ്. പക്ഷേ ഇന്ത്യയിൽ ഒരുപാട് റൂട്ടിൽ തേജസ് എക്സ്പ്രസ്സുകൾ ഓടുന്നുണ്ട്. പക്ഷെ അതൊന്നും പ്രൈവറ്റ് അല്ല, എല്ലാം ഒന്നും പ്രൈവറ്റ് അല്ല. ആദ്യമായിട്ട് ഈ ഒരു പ്രൈവറ്റ് സെക്ടറിൽ ഈ ഒരു ട്രെയിൻ കൊടുക്കുന്നത് ലക്നൗ ഡൽഹി റൂട്ടിലാണ്. പക്ഷേ ഈ ഒരു ട്രെയിൻ തേജസ് എന്നുള്ള പേരിൽ ഫസ്റ്റ് ട്രെയിൻ വരുന്നത് നമ്മുടെ മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസിന് ഗോവയിലെ കർമാലിയിലോട്ട് പോകുന്നതാണ് ആദ്യമായിട്ട് തേജസ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രെയിൻ വരുന്നത്. പക്ഷെ അത് പ്രൈവറ്റ് അല്ല, അത് റെയിൽവേ തന്നെയായിരുന്നു. അതിനുശേഷമാണ് കുറച്ച് സെക്ടറിൽ, കുറച്ച് റൂട്ടുകളിലേക്ക് ഈ ഒരു ട്രെയിന് പ്രൈവറ്റ് സെക്ടറിലേക്ക് കൊടുത്തു തുടങ്ങിയത്. അപ്പം നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ട്രെയിന് പ്രൈവറ്റ് സെക്ടറിലാണ്. അതായത് IRCTC കോർപ്പറേഷനും മീൻസ് അതൊരു പ്രൈവറ്റ് ഇതാണ്. ആ ഒരു കോർപ്പറേഷനാണ് ഈ ഒരു ട്രെയിൻ മൊത്തം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതിലെ സ്റ്റാഫുകൾ, എല്ലാ ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും അവരാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ 1-2 റൂട്ടുകളിൽ ഇപ്പം ഇന്ത്യയിൽ പ്രൈവറ്റ് ട്രെയിനുകൾ ഓടുന്നുണ്ട്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇതിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ കയറി വരുമ്പം തന്നെ നമ്മളെ അവർ നല്ല വെൽക്കം ചെയ്താൽ സ്വീകരിക്കുക. പിന്നെ ഇതിലെ സ്റ്റാഫ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും. ഇപ്പോൾ TT വന്നിട്ട് ഭയങ്കര ചിരിച്ചോണ്ടാണ് സംസാരിക്കുക. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്കൊരു കുപ്പി വെള്ളം തരും. നമ്മുടെ വന്ദേ ഭാരത് പോലെ തന്നെ ഇവിടെ 2 ചാർജിങ് പോയിന്റ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് സൈഡ് ഇത് താഴ്ത്താനും പൊക്കാനും വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെ മുകളിൽ 2 ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. പിന്നെ താഴെ നമ്മൾ കാല് വെക്കുന്നില്ലേ, ഇത് ഉണ്ടോ, ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നിലവിൽ 4 റൂട്ടിൽ തേജസ് എക്സ്പ്രസ്സുകൾ ഓടുന്നുണ്ട്. ഒന്ന് ചെന്നൈ എഗ്മൂർന്ന് മധുരയിലോട്ട്, അത് റെയിൽവേയുടെ കീഴിൽ തന്നെയാണ്. അതുപോലെ തന്നെ മുംബൈയിൽ നിന്ന്, അതായത് ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസിൽ നിന്ന് ഗോവയിലെ കർമാലിയിലോട്ട്, അതും റെയിൽവേയുടെ കീഴിലാണ്. പിന്നെ വരുന്നതാണ് ലക്നൌവിൽ നിന്ന് ഡൽഹിയിലോട്ട്, അത് പ്രൈവറ്റ് ആയിട്ടാണ്. പിന്നെ നമ്മളിപ്പോൾ ഓടുന്ന അഹമ്മദാബാദ് എന്ന് വരുന്നത്, നമ്മൾ വഡോദരയിൽ നിന്ന് കയറിയെങ്കിൽ അഹമ്മദാബാദ് എന്ന് വരുന്നത്, അഹമ്മദാബാദ് ടു മുംബൈ സെൻട്രൽ വരെ പോകുന്ന ഇതും പ്രൈവറ്റ് ആയിട്ട് ഓടുന്ന ട്രെയിനാണ്. ഇതിൽ അവർ ഫുഡ് ഇൻക്ലൂഡാണ്. പിന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് വെള്ളം കിട്ടും, നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. നല്ല ലക്ഷറി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. കാണുമ്പോൾ തന്നെ തോന്നില്ലേ, ജ്യൂസൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ ഇത് സ്പൂണാന്ന് തോന്നുന്നു, സാനിറ്റൈസർ ഉണ്ട്, വൈപ്സ് ഉണ്ട്. ഇത് കാർമൽ പൊക്കോ കൊള്ളാലോ. ഇത് രണ്ടും എന്താണ് നമുക്ക് തുറന്നു നോക്കാം. പൊഹയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ അതിൻ്റെ കൂടെ സോൾട്ട്, പെപ്പർ, പിന്നെ 2 പീസ് സ്വീറ്റ്.
നമുക്ക് സ്പൂണുണ്ട്, സാനിറ്റൈസർ ഉണ്ട്, നാപ്കിൻ ഉണ്ട്, വെറ്റ് നാപ്കിൻ ഉണ്ട്. പിന്നെ ഇത് ഇത് മറ്റേ ലസ്സി. അതായത് നമുക്ക് കഴിക്കാം. നമ്മുടെ അവിലുകൊണ്ട് നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കില്ലേ, ആ അവിലുകൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കുന്ന ഒരു സെറ്റപ്പ് പോലെ തന്നെ ഉണ്ട്. ടേസ്റ്റ് ഉണ്ട്, ചെറിയ മധുരമാണ്, അതിൻ്റെ കൂടെ എരിവും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട്. നല്ല നിലക്കടലൊക്കെ ഇട്ടിട്ട് ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ഞാനത് കഴിക്കട്ടെ. ഞാൻ വിചാരിച്ചത് ഈ ഒരു സാധനം സീറ്റായിരിക്കുന്നു, പക്ഷെ സീറ്റല്ല, ഇത് സോസ് മുക്കി കഴിക്കേണ്ടത്. അതിനാണ് സോസ് തന്നത്. ഇതിൻ്റെ പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് മനസ്സിലായില്ല എന്താ സാധനം അറിയില്ല, അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യും. അത് കഴിച്ചിട്ട് ഇവിടെ കഴിക്കാം. ഈ ഒരു പൊഹാന്ന് കേട്ടിട്ടുണ്ടെന്നല്ലാതെ എൻ്റെ ഓർമ്മയിൽ ഞാനിങ്ങനെ കഴിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. മുന്നേ എപ്പോഴെങ്കിലും കഴിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. അതുപോലെ ഈ ഒരു സംഭവം സോസ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം, ഇങ്ങനെ കഴിക്കേണ്ടത്. കണ്ടോ, കാരമലിൻ്റെ പോപ്കോണാണ്. ഇനി നമുക്ക് ചായ കൂടെ കൊണ്ടുത്തരും. ചായ വരുന്നുണ്ട്, ഇങ്ങനെ കൊടുത്തു വന്നോട്ടേക്കാം. പിന്നെ ജ്യൂസും നമ്മുടെ ഇതും ഞാൻ കഴിച്ചിട്ടില്ല, അത് രണ്ടും അവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റൻറ്റ് ചായയാണ് ഇതിൽ കിട്ടുക, നമ്മുടെ മസാല ചായയുടെ മിക്സ്. ഇത് ചൂടുവെള്ളം കൊണ്ടുവരും, അതിലോട്ട് ഇത് പൊട്ടിച്ചിട്ടിട്ട് ഇളക്കി കഴിഞ്ഞാൽ ചായയായി. നമ്മളതിന് വെള്ളം കൊണ്ടുത്തരും, ഗ്ലാസ് തന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ഇത് പൊട്ടിച്ചിടണം. നമ്മളത് പൊട്ടിച്ച് ഇതിനകത്ത് തൊട്ടിട്ടുണ്ട്. ഇനി ഇതിൽ അവർ ചൂടുവെള്ളം കൊണ്ടുവന്ന് ഒഴിക്കും, അപ്പോൾ അത് ചായ ആവും. ജ്യൂസുണ്ട്, ഞാൻ മറ്റേ ലസ്സി തിരിച്ചു കൊടുത്തു, വേണ്ട ജ്യൂസ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാം, ചായ കുടിക്കാം. ബാക്കിയൊക്കെ കഴിഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ട്, ഭക്ഷണമൊക്കെ അടിപൊളിയാണ്. അങ്ങനെ നമ്മുടെ ചായ റെഡി. പുറത്തോട്ടൊന്നും നോക്കാൻ സമയം കിട്ടിയിട്ടില്ല, ഭക്ഷണം പെട്ടെന്ന് കൊണ്ടുത്തന്നുകൊണ്ട്. ഇനി അടുത്ത നമ്മൾ സ്റ്റേഷൻ വരുന്നത് സൂറത്തിലാണ്. കയറി അപ്പം തന്നെ ഫുഡ് കൊണ്ടുവന്നുകൊണ്ട് പുറത്തെ കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. കാണാട്ടോ, നമ്മൾ അടുത്ത സ്റ്റേഷൻ വരുന്നത് സൂറത്തിലാണ്. പിന്നെ ഓരോ സ്റ്റേഷൻ ഉണ്ട്, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം ഏതൊക്കെയാണെന്ന്. ഇത് കൃത്യസമയം പാലിക്കും, അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മളവിടെ എത്തിയതും വണ്ടി വന്നത്, അതായത് നമ്മുടെ വഡോദര എത്തിയതും തിരിച്ച് മുമ്പേ എത്തുന്നപ്പോഴും കൃത്യസമയത്ത് തന്നെ. അതൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഇവിടുന്ന് കുറേ പഠിക്കാനുണ്ട്. ഇവരെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടില്ലേ, എത്ര ഐറ്റംസ് ഉണ്ട്. നമ്മൾ മുന്നേ വന്ദേ ഭാരതിൽ കയറിയ വീഡിയോ ഉണ്ട്, അത് കണ്ടാൽ നിങ്ങൾക്കറിയാം. അതിൽ അവർ 2 പിന്നെ നമ്മുടെ വെള്ളാപ്പവും കടലക്കറി കഴിഞ്ഞു, വേറെ ഒന്നുമില്ല. എത്ര ഐറ്റംസാണ്. ചെറിയ പാക്കറ്റിൽ ഉപ്പ്, പെപ്പർ, നമുക്ക് സാനിറ്റൈസർ, വെറ്റ് ടിഷ്യൂ, നോർമൽ ടിഷ്യൂ, സ്പൂണ്, പിന്നെ ഒരു സീറ്റ് കഴിക്കാൻ വേണ്ടിയിട്ടായിട്ട് നമ്മുടെ കാരമൽഡ് പോപ്കോണ്, ജ്യൂസ്, ലസ്സി, ഇത്ര ഐറ്റംസ് ഉണ്ട്. ലക്ഷറി ബ്രേക്ക്ഫാസ്റ്റ്, ശരിക്കും ലക്ഷറി ബ്രേക്ക്ഫാസ്റ്റ്.
കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇതിവിടെ വെച്ചാൽ മതി, അവർ വന്നെടുക്കും. അതുപോലെ അവർ വന്നിട്ട് തിരിച്ചു കൊണ്ടുപോയിക്കോളും. എന്നിട്ട് ആ പുള്ളി ഒന്ന് ക്ലീൻ ചെയ്യും. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അവരിവിടെ വന്ന് ക്ലീൻ ചെയ്തു കഴിച്ച സ്ഥലം. നമ്മുടെ വന്ദേ ഭാരതിൽ പോലും അതൊന്നും ചെയ്യുന്നില്ല. മുന്നേ ഞാൻ വന്ദേ ഭാരതിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയില്ല, ബ്രേക്ക്ഫാസ്റ്റ് പോലും ഇവർ എത്ര ലക്ഷറി ആയിട്ടാണ് നമുക്കിവിടെ തരുന്നത്. ഇതൊക്കെ ശരിക്കും കണ്ടുപഠിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ. IRCTC ഈ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യ റെയിൽവേ മെയിൻറ്റെയിൻ ചെയ്യുന്ന ട്രെയിനുകളിൽ കൊണ്ടുവരണ്ടേ, വന്ദേ ഭാരതിലും കൊടുക്കണ്ടേ? അത് ഇതേ റേറ്റ് വാങ്ങിക്കുന്നല്ലേ. അപ്പം അതൊക്കെ മാറ്റം കൊണ്ടുവരണം. ഇവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്ക് ചെയ്യാം. കറക്റ്റ് ടൈം, നല്ല വൃത്തി, നല്ല ഭക്ഷണം, നല്ല രീതിയിലുള്ള സംസാരം, അതായത് പാസേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നത്, പിന്നെ നല്ല ക്ലീനിങ്, അതൊക്കെ അവർ ചെയ്യുന്നുണ്ടല്ലേ. നമുക്ക് ഇതിൻ്റെ ബാത്റൂം കൂടെ നോക്കിയിട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ടൊരു കാര്യം പറയാം. നമ്മൾ പിന്നെ സൂറത്താണ് കേട്ടോ അടുത്ത സ്റ്റോപ്പിൽ. സൂറത്ത് എത്തിയിട്ടില്ല, അതിന് മുന്നേ നമുക്കൊന്ന് ബാത്റൂം ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. നമ്മുടെ റോസില്ലേ, റോസിൻ്റെ ഇതളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന അധികം മധുരമുള്ളതൊന്നുമല്ല, പക്ഷെ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ നോക്കാം പറഞ്ഞു. അത് 30 ദിവസം നിൽക്കുന്ന അവർ പറഞ്ഞത്. പക്ഷെ എങ്കില് അങ്ങനെ സ്റ്റേറ്റ് ചെയ്യണ്ടല്ലോ. ടേസ്റ്റ് ആയി പോട്ടോ അത്. എന്താ ഉറക്കം വരുന്നു? ഈ ഒരു കോച്ച് 2017 മെയ്ഡാ. കുറച്ച് പഴയ കോച്ചാ, പക്ഷെ ആ ഉള്ള കോച്ച് ഇവര് മെയിൻറ്റെയിൻ ചെയ്തത് കണ്ടോ, എന്ത് വൃത്തിയായിട്ടാ. അഴുക്കോ പൊടിയോ ഒന്നുമില്ല. സെപ്പറേറ്റ് കവർ വെച്ചിട്ടുണ്ട്, അത് അവർ ഇടയ്ക്കിടയ്ക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. കയറുമ്പം തന്നെ നല്ലൊരു മണം. ഇതൊരു ഇന്ത്യൻ സ്റ്റൈല് ടോയ്ലറ്റ്. നമുക്ക് അപ്പുറത്തെ വെസ്റ്റേൺ സ്റ്റൈൽ ഉണ്ട്, അതിൽ ആളുള്ളൂ. വൃത്തിയിൽ സൂക്ഷിച്ചു. അടിപൊളി. ഇതിന്റെ വെസ്റ്റേൺ സ്റ്റൈലുള്ള ടോയ്ലറ്റാണ്. ഇതും നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പ്ലഗ് ഒക്കെ വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് താഴത്തെ ഭാഗമാണ്. നമ്മൾ ഏത് ട്രെയിനിൽ കയറിയാലും നമുക്കറിയാം താഴെ ഒട്ടും വൃത്തി ഉണ്ടാവില്ല. നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടു. നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇതിലെ സ്റ്റാഫ് ഇത് നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്താലേ അവർക്ക് പൈസ കിട്ടുള്ളൂ. മറ്റേത് നാട്ടിലെ തടി തേവേണ്ടയാണ് വലിയടാ വലിയെന്നുള്ള ആറ്റിറ്റ്യൂഡ്. ഇതാണ് ഈ ഒരു ട്രെയിനിൽ എക്സിക്യൂട്ടീവ് ചെയർക്കാർ വരുന്നത്. ഇതിന്റെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് 2x2 ആണ്. നമ്മുടെ കോച്ചിലത് 3x2 ആണെങ്കിൽ ഇവിടെ അത് 2x2 ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ കുറച്ചുകൂടി വലിയ സീറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സെൻട്രലായിട്ടൊരു സ്ക്രീനും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കോച്ചിന്റെ കമ്പയർ ചെയ്ത് നോക്കുമ്പം കുറച്ചുകൂടി കംഫർട്ടായിട്ട് നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യാനൊക്കെ പറ്റുക എക്സിക്യൂട്ടീവ് ഇതില്ല. കുടിക്കാന്ന് വിചാരിച്ചു.
ഒരു ട്രെയിൻ ഇതാ നമ്മളിപ്പം സൂറത്ത് എത്തി. ഇവിടെയും ലേറ്റ് ഒന്നുമില്ല, കറക്റ്റ് ടൈമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ബറൂച്ചിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, അതിൻ്റെ അടുത്ത് അത് വിട്ടുപോയതാണ് പറയാൻ. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് വരുന്നത് വാപ്പിയിലാണ്. വാപ്പി എത്തുന്ന സമയത്ത് 10:40 ഇവിടെ 9:40 സമയം. ഇപ്പോൾ 9:42, 2 മിനിറ്റ് ലേറ്റേ ഉള്ളൂ. ലേറ്റില്ല, ഇവിടെ 41 തന്നെ എത്തി. അടുത്ത വാപ്പിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ബോറിവാലി, പിന്നെ മുംബൈ സെൻട്രൽ. ഇനിയിപ്പോൾ 2 സ്റ്റോപ്പ് അതിൻ്റെ ഇടയിലുള്ളത്. വാപ്പി നമ്മൾ 10:40 എത്തും, പിന്നെ 12:20 ആകുമ്പം ബോറിവാലി എത്തും, പിന്നെ മുംബൈ സെൻട്രൽ. ഇത്രയും സ്റ്റോപ്പേ ഉള്ളൂ, വളരെ ലിമിറ്റഡ് സ്റ്റോപ്പേ ഉള്ളൂ. പിന്നെ ടൈമും കറക്റ്റ് ടൈമിന് എത്തുന്നുണ്ട്. ഇതൊക്കെ നല്ല കാര്യമല്ലേ? ആളുകൾക്ക് സമയത്തിന് നല്ല വിലയുണ്ടല്ലോ. അപ്പം പെട്ടെന്ന് എത്തുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഉദ്ദേശം. ഇനിയിപ്പം അഹമ്മദാബാദ് ടു മുംബൈ തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ബുള്ളറ്റ് ട്രെയിനും കൂടി വരുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് സ്ട്രെച്ച് ഇപ്പം അടുത്ത് ഇനാഗുറേഷൻ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഇങ്ങനെയുണ്ട് എന്താണെന്ന് നോക്കാം. ഇതിൽ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കർട്ടൻ താഴ്ത്തും ഉയർത്തും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ വന്ദേ ഭാരതിലൊക്കെ നമ്മളിങ്ങനെ പിടിച്ച് താഴ്ത്തണം. നമ്മളെ ഇവിടെ വാപ്പി എന്ന് പറയുന്ന സ്റ്റേഷൻ കഴിഞ്ഞ് ഇനി ബോറിവാലി എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ കൂടിയാണ് അടുത്തത് വരുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ മുംബൈ സെൻട്രലാണ്. ഒറ്റ സ്റ്റോപ്പും കൂടിയേ ഉള്ളൂ. എൻ്റെ ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ ഈ ഒരു സ്റ്റേഷനിൽ ഇറങ്ങി. വാപ്പി ഗുജറാത്താണ്. ഇനിയിപ്പോൾ അടുത്ത വരുന്നത് മഹാരാഷ്ട്രയാണ്. ഗുജറാത്തിലെ ലാസ്റ്റ് സ്റ്റേഷൻ ഇവിടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ മഹാരാഷ്ട്ര വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുംബൈ സെൻട്രലിൽ ഇറങ്ങും. ഇവിടുന്നൊക്കെ ആൾക്കാർ കയറാൻ കുറവാണ്. കുറേ പേര് ഇവിടെ ഇറങ്ങി. ഇവിടെ ഉണ്ടായിരുന്ന 2 പേരും ഇവിടെ ഇറങ്ങി. അവിടെ കാലി. അങ്ങനെ നമ്മുടെ അടുത്ത ഭക്ഷണം വന്നിട്ടുണ്ട്. ഇത് ബിരിയാണിയാണ്, വെജിറ്റബിൾ ബിരിയാണിയാണ്. എന്താണെന്നറിയാൻ നോക്കണം. ഇത് തൈരുണ്ട്, പിന്നെ സ്പൂണ്, നേരത്തെ പോലെ തന്നെ സാനിറ്റൈസർ ഉണ്ട്. ഇത് ഉപ്പ്, ഇത് ഉപ്പ്, ഇത് കുരുമുളക്. 12 മണിയാകുമ്പോഴത്തേക്ക് തന്നെ അവർ ഉച്ചക്കത്തെ ഭക്ഷണം കൊണ്ടുവന്നു.
നമുക്ക് നോക്കാം എന്തൊക്കെ. വെജിറ്റബിൾ ബിരിയാണിയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എന്താണെന്ന് അറിയില്ല, നമുക്ക് തുറന്നു നോക്കാം. അപ്പം സംഭവം വെജിറ്റബിൾ ബിരിയാണിയാണ്. പിന്നെ ഇവിടെ കറി അറിയില്ല, നോക്കാം. തൈരും കറി നോക്കട്ടെ എന്താ. ഒരു മസാല കറി. എന്തായാലും നമുക്കിത് കഴിക്കാം. നമുക്ക് കഴിച്ചു നോക്കാം. ഒരു ഓക്കെ ഫീല്. രാവിലെ നമ്മൾ കഴിച്ച ഫുഡിൻ്റെ അത്ര ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്നില്ല. നമ്മളെ പുലാവില്ലേ, ആ പുലാവിൻ്റെ ഒരു, നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി എന്ന് വെച്ചാൽ ഇങ്ങനെയല്ലല്ലോ. അതൊരു പുലാവ്, വെജ് പുലാവിൻ്റെ ഒരു ഫ്ലേവറാണ്. ഒരു കറി കൂട്ടി കഴിക്കാൻ കുഴപ്പമില്ല, ഒരു ഓക്കെ ഫീല്. ഒരു എന്തായാലും ഇത് കഴിക്കട്ടെ. വേറെ ഐറ്റംസ് ഒന്നുമില്ലല്ലോ, ഇത് രണ്ടേ ഉള്ളൂ. കഴിച്ചിട്ടാണ് ഈ ഒരു കറി വെച്ച് മിക്സ് ചെയ്തിട്ട് നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി എന്നാണ് അവർ പറഞ്ഞത്. എനിക്കൊരു പുലാവ് പോലെയാണ് തോന്നിയത്. സംഭവം കഴിച്ചു. ക്വാണ്ടിറ്റി കുറച്ച് കുറവാണോ ഞാനിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇപ്പം ജ്യൂസില്ല, നമ്മുടെ നേരത്തെ നമ്മൾ കുടിച്ച ജ്യൂസിൻ്റെ വേറൊരു വെറൈറ്റി, മാംഗോൻ്റെ, പിന്നൊരു ഐസ്ക്രീം, എന്തോ ഒരു ഐറ്റംസ് ആണ്. രാവിലെ നമ്മൾ കുടിച്ച അതേ ജ്യൂസിൻ്റെ അതേ ക്വാണ്ടിറ്റി ഉള്ളൊരു പാക്കറ്റ് മാംഗോ, പിന്നൊരു ഐസ്ക്രീം അമൂലിൻ്റെ. എനിക്ക് ഇത് രണ്ടും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കെന്തായാലും ജ്യൂസ് അവിടെ വെക്കാം, പിന്നെ കുടിക്കാം, ഐസ്ക്രീം കഴിക്കാം. അമൂലിൻ്റെ ആണ്. ഇതിനിവിടെയായിട്ട് ഒരു കോൾ ബെല്ല് കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ ആ ബെല്ല് നമ്മൾ അമർത്തി കഴിഞ്ഞാൽ ടെൻഡർമാർ വരും, എന്താ വേണ്ടത്, എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം അങ്ങനെയുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അത് വന്ദേ ഭാരതിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. വേറെ ഏതെങ്കിലും ട്രെയിൻ ഉണ്ട് നിങ്ങളൊന്ന് പറയണേ. ഞാൻ വേറെ ഒരു ട്രെയിനിലും അത് കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. അങ്ങനെ നമ്മളിപ്പം അടുത്ത സ്റ്റേഷൻ ഏകദേശം എത്താറായിട്ടുണ്ട്. 1:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ മുംബൈ എത്തും. അവർ ഉച്ചക്കത്തെ ഫുഡ് കഴിഞ്ഞ് വന്നിട്ടും ഓരോ സ്ഥലവും ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആളുകളുടെ ഇടയിൽ ഒരു മതിപ്പുണ്ടാക്കുന്ന കാര്യമാണ്. ഓരോ സീറ്റും ഒരു ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു ഭാഗത്തുനിന്ന് നല്ല വെയിലടിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനിത് താഴ്ത്തിയിട്ടതാണ്. ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് താഴ്ത്താനും പോകാനും പറ്റും. അങ്ങനെ ഒരു സൗകര്യം കൂടിയുണ്ട്. നല്ല വെയിലടിക്കുന്നുണ്ട് ആ ഒരു സൈഡിൽ നിന്ന്. ഇവിടെ ബോറിവാലി എന്ന് പറയുന്ന മുംബൈ സെൻട്രൽ എത്തുന്നതിന്റെ തൊട്ട് മുന്നത്തെ സ്റ്റേഷനാ. ഞാൻ പുറത്തോട്ട് ഇറങ്ങാന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ഡോറാണ്, അഥവാ ജസ്റ്റ് കണ്ടോ. നമ്മളിപ്പോൾ എന്തായാലും മുംബൈ സെൻട്രൽ എത്താറായി. അടുത്ത സ്റ്റേഷൻ മുംബൈ സെൻട്രലാണ്. പുറത്ത് ലോക്കൽ ട്രെയിനുകൾ കാണാം, ഇഷ്ടംപോലെ ലോക്കൽ ട്രെയിൻ ഉണ്ടല്ലോ ഈ ഭാഗത്തൊക്കെ. മുംബൈയിൽ ലോക്കൽ ട്രെയിൻ നല്ല ചീപ്പും കൂടിയാണ്.
ഞാൻ പറയാൻ വന്നതല്ല. എന്നാൽ ഈ ജ്യൂസ് അങ്ങ് കുടിക്കാം. വേണ്ട, കാരണം ഇതിൽ മാംഗോ പൾപ്പ് വെറും 16%. ബാക്കിയൊക്കെ അധികം കുടിക്കേണ്ട, ഷുഗറാ കൂടുതലും. വെള്ളം എന്തെങ്കിലും കുടിക്കത് ഇവിടെ നോട്ടെ. പിന്നെ നമ്മളിതാ മുംബൈ സെൻട്രലിലോട്ട് എത്താൻ പോവാ. അപ്പം ആദ്യമായിട്ടൊരു പ്രൈവറ്റ് ട്രെയിനിൽ കൂടെ നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ യാത്ര ചെയ്തു. പലർക്കും അറിയില്ലായിരുന്നു ഇങ്ങനെ ഇന്ത്യൻ റെയിൽവേ അല്ലാണ്ട് നടത്തുന്ന ട്രെയിനുകൾ ഇന്ത്യയിലുണ്ട് എന്ന്. അപ്പം എനിക്കും ആദ്യം അറിയില്ലായിരുന്നു. പിന്നെയാണ് ഇങ്ങനെ ഒരു ട്രെയിൻ ഓടുന്നുണ്ട് എന്ന് മനസ്സിലായത്. ഒരു അവസരം കിട്ടിയപ്പം അതിൽ കയറാൻ പറ്റി. നമ്മൾ വന്ദേ ഭാരതിൽ കൊടുക്കുന്ന ഏകദേശം അതേ റേറ്റ് തന്നെയാണ് ഇതിനും വരുന്നത്. പക്ഷെ വന്ദേ ഭാരതിനേക്കാളും കുറേ കാര്യങ്ങൾ ഇതിൽ കൂടുതലായിട്ടുണ്ട്. എനിക്കിപ്പോൾ യാത്ര ചെയ്തപ്പോൾ മനസ്സിലായതാണ്. പിന്നെ വന്ദേ ഭാരതിനേക്കാളും പഴയ റേക്ക് വെച്ചാൽ ഓടുന്നത്. റേക്ക് മീൻസ് ഈ കോച്ച് 2017 മേടാണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടും അവരത് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഭക്ഷണമൊന്നും കുഴപ്പമില്ല, നല്ല ഭക്ഷണമാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നോൺ വെജ് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ വെജിറ്റേറിയനായിരുന്നു എടുത്തത്, പ്രിഫർ ചെയ്തത്. നോൺ എന്തൊക്കെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അത് വേണമെങ്കിൽ പിന്നെ ഒരിക്കൽ നമുക്ക് ട്രൈ ചെയ്യാം, എപ്പോഴെങ്കിലും ഒരിക്കൽ. പിന്നെ ഇപ്പോൾ ഇവിടുന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ മുംബൈ സെൻട്രലിലെത്തും. ഈ ഒരു ട്രെയിനിലെ കാഴ്ചകളും ഫുഡും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറച്ച് ഇൻഫോർമേറ്റീവായ കാര്യങ്ങളും കൂടി ആയിരുന്നല്ലോ. അപ്പം 8 ഈ നമ്പർ തുടങ്ങുന്നത് ട്രെയിനിൻ്റെ. അപ്പം നമുക്ക് മുംബൈ സെൻട്രലിൽ എത്തിയിട്ട് അവിടുത്തെ കുറച്ച് വിഷ്വലൂടെ കാണിച്ചിട്ട് ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻസ് ആയിട്ട് പറയുക. അപ്പോൾ മാത്രമേ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു യാത്രയുടെ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. നമ്മുടെ കോച്ച് ഏകദേശം കാലിയായി. ഇനിയിപ്പം ലാസ്റ്റ് സ്റ്റേഷനിൽ ഇറങ്ങേണ്ടവർ മാത്രമേ ഉള്ളൂ.